നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. നമുക്കറിയാം, സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തയ്യാറാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടികൾ ഒക്കെ ആയിരിക്കുന്നത്. കടിപിടി അടിപിടി ഒക്കെ ഉണ്ടാകുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടെ. പാലക്കാടേക്കാണ് നമ്മൾ പോകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയിൽ ഭിന്നത എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നമുക്കറിയാം, പാലക്കാട് തന്നെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം നേടിയ ഇടമാണ്. കാരണം രാഹുൽ മങ്കൂട്ടത്തിൽ MLAയുടെ റീ എൻട്രിയും BJP ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, DYFI പ്രതിഷേധവുമായി രംഗത്ത് വന്നതും അങ്ങനെ കുറച്ചു കാലം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പാലക്കാട്. എന്നാൽ BJP വലിയ രീതിയിലുള്ള സമരവും പ്രതിഷേധവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്കെതിരെ രംഗത്ത് വരുന്നു. ആ രീതിയിലൊക്കെ പാലക്കാട് BJP ഒക്കെ വാർത്തകളിൽ ഇടം നേടി നിറഞ്ഞു നിന്നതാണ്. ഇപ്പോൾ ഇതാ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലക്കാട് BJPയിൽ ഭിന്നത എന്ന വാർത്ത കൂടി വരികയാണ്. ഭൂരിഭാഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ എന്നാണ് മറുഭാഗത്തിന്റെ ആക്ഷേപം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ളവരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. മിനി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ കൃഷ്ണദാസ് എന്നിവർ പട്ടികയിൽ ഇടം നേടിയില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവരോട് കൂടി ആലോചിച്ചില്ല എന്നാണ് മറുവിഭാഗം ഉയർത്തുന്ന വിമർശനം. മുതിർന്ന നേതാവ് ശിവരാജനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ പല സീറ്റുകളിലും തർക്കമുണ്ട്. മാത്രമല്ല, സംഭവത്തിൽ സംസ്ഥാന നേതൃത്വത്തെ വിളിച്ച് ഒരു വിഭാഗം പരാതി പറഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. പാലക്കാട് ജില്ലയുടെ ചാർജുള്ള KK അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പാലക്കാട് ജില്ലയിൽ മുന്നണികൾക്ക് വലിയ രീതിയിലുള്ള തലവേദനയായി മാറുകയാണ് വിഭാഗീയ പ്രശ്നങ്ങളും കൂറുമാറ്റവും ഒക്കെ. കടുത്ത വിഭാഗീയ പ്രശ്നങ്ങൾ പാലക്കാട് നഗരസഭയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുകളാണ് നിലവിലുള്ളത്. V4 പട്ടാമ്പിയിലെ ഒരു വിഭാഗത്തിന്റെ കൂറുമാറ്റവും കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയതയും LDFൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതേസമയം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് UDF വിമത നീക്കവും സജീവമായി മാറുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭ, ജില്ലാ പഞ്ചായത്ത് എല്ലായിടത്തും സമഗ്രാധിപത്യമാണ് ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ ഇത്തവണ എണ്ണം കൂട്ടാനാവുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. നഗരസഭ നിലനിർത്തുന്നതിനൊപ്പം 5 പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തിലും 1 അംഗം എന്നിവയാണ് BJPയുടെ ലക്ഷ്യം. പക്ഷേ വിഭാഗീയത, വിമത നീക്കം, കൂറുമാറ്റം എന്നിവ മുന്നണികളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന ജില്ലയിലെ ഏക തദ്ദേശ സ്ഥാപനമാണ് പാലക്കാട് നഗരസഭ. നിലവിലെ ചെയർപേഴ്സണെ പുറത്താക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പെഴുതി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചു. ഇതെല്ലാം വിഭാഗീയതയുടെ ഉദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ്. പക്ഷെ നേതൃത്വം പ്രതികരിക്കുന്നത് ഇതെല്ലാം മാധ്യമ സൃഷ്ടി എന്നാണ്. UDF പിന്തുണയോടെ മത്സരിക്കാൻ തീരുമാനിച്ച കൊഴിഞ്ഞാമ്പാറയിലെ CPM വിമതർ പട്ടാമ്പി നഗരസഭയിൽ V4 പട്ടാമ്പി മുന്നണി വിട്ടത് നെല്ലായ, വല്ലപ്പുഴ, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി പഞ്ചായത്തുകളിലെ CPMലെ വിഭാഗീയതയെ തുടർന്നാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ണാർക്കാട്ടെ PK ശശിയുടെ നീക്കം, UDFുമായി ചർച്ച നടത്തുന്ന സേവ് CPI തലവേദനകൾ നിരവധിയാണ്. മാത്രമല്ല, LDFന് അത് വലിയ രീതിയിലുള്ള തലവേദനയായി മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊന്നും തിരിച്ചടി അല്ല എന്ന് നേതൃത്വവും വിലയിരുത്തുകയാണ്. സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയെ ചൊല്ലിയാണ് UDFൽ തർക്കം മൂത്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നുവെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. മുസ്ലിം ലീഗിലെ മുൻ നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുൾ അസീസിന്റെ ഒരു വിഭാഗമാണ് വിമത നീക്കത്തിനായി തയ്യാറെടുക്കുന്നത്. എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നതടക്കമുള്ള പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സംസ്ഥാനത്ത് BJP ഭരണത്തിലേറിയ ആദ്യത്തെ നഗരസഭ എന്ന ഒരു പ്രത്യേകത കൂടി പാലക്കാടിനുണ്ട്. 2015ലും 2020ലും ഉണ്ടായ ജയം ആവർത്തിച്ച് ഹാട്രിക് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP ഇത്തവണ കളത്തിലിറങ്ങുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു തമ്മിലടിയും കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയും അധികാരം തിരികെ പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ UDFും കളത്തിലിറങ്ങുന്നു. കരുത്ത് കാട്ടാനുള്ള തന്ത്രങ്ങളുമായി LDFും പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. 2020 ആകെയുള്ള 52 സീറ്റിലെ 28 നേടിയാണ് BJP ഭരണത്തിലെത്തിയത്. 2015 24 സീറ്റുകളായി ഇത് മാറിയിരുന്നു. ഇക്കുറി 10 വർഷത്തെ വികസനം ചർച്ചയാക്കി ഹാട്രിക് വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് BJP ആയിരിക്കുന്നത്. പക്ഷേ പാളയത്തിൽ പട വെല്ലുവിളിയാണ്. ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറികൾ
പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മുതലുള്ള അസ്വാരസ്യങ്ങൾ അത് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സി കൃഷ്ണകുമാറിനുണ്ടായ തോൽവിയും നഗരസഭാ പ്രദേശത്തെ വോട്ട് ചോർച്ചയും പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്കും ഭിന്നിപ്പുകൾക്കും എതിർപ്പുകൾക്കും ഒരു പിളർപ്പിനും വഴിവെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിനിടയിൽ ഇടുത്തി പോലെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ ഒരു നീക്കം, അതായത് BJP ബഹിഷ്കരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൊതുചടങ്ങിൽ നിലവിലെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്തതും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കും മുറുമുറുപ്പിനും നയിച്ചിരുന്നു. BJPയിലെ വിള്ളലും പ്രതിപക്ഷം എന്ന നിലയിലുള്ള പ്രകടനവും വീണ്ടും ഭരണത്തിലേറാൻ സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷ UDFന് സമ്മാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ കോൺഗ്രസ് 12 മുസ്ലിം ലീഗ് 4 സീറ്റാണ് ഇവിടെ നേടിയത്. ഇപ്രാവശ്യം സീറ്റ് വിഭജനം അടക്കം നേരത്തെ പൂർത്തിയാക്കിയ മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞു UDF. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഗ്രൂപ്പിസം, ഇതൊക്കെ UDFന് തിരിച്ചടിയാകുമോ എന്നൊരു ഭയം, ഇതൊക്കെ ഒരു വലിയ വെല്ലുവിളിയായി നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് എന്തായാലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏവരും ആകാംക്ഷയോടെ നോക്കുന്ന ചില ഒന്നാണ് പാലക്കാട് നഗരസഭ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പ്രശ്നം UDFനെ തളർത്തുമോ അതോ അത് ഏശാതെ തന്നെ UDF വിജയം നേടുമോ എന്ന ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ആ ഒരു വിഷയം കൂടി സംബന്ധിച്ച് UDFന് അത് എങ്ങനെ ബാധിക്കും, അത് ഒരു രീതിയിലും ബാധിക്കില്ലയോ, അത് ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ LDFും അതുപോലെ തന്നെ BJPയും പ്രതിഷേധവുമായി വന്നത്, ആ പ്രതിഷേധമൊക്കെ അത് വോട്ടുകളായി മാറുമോ എന്ന ചോദ്യവും നിലവിൽ ശക്തമാണ്. എന്തായാലും മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞു മുന്നണികൾ. അതിനിടയിൽ പാർട്ടി ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPക്ക് ഇടയിൽ വലിയ രീതിയിലുള്ള പാളയത്തിൽ പണം ഉണ്ടായി കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വികസന മുരടിപ്പും കാവ്യവൽക്കരണവും ഒക്കെ ചൂണ്ടിക്കാട്ടി കൂടുതൽ സീറ്റ് നേടുക എന്ന CPMന്റെ ലക്ഷ്യം നിറവേറുമോ എന്ന ചോദ്യവും നിലവിൽ ശക്തമാവുന്നുണ്ട്. നിലവിൽ 7 സീറ്റാണ് CPMനുള്ളത്. ഒരു സീറ്റുള്ള വെൽഫെയർ പാർട്ടിയുടെ നിലപാടും ഏറെ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്ത അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഈ CPMും അതുപോലെ തന്നെ BJP നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ വോട്ടുകളായി പരിണമിക്കുമോ എന്ന ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. UDFനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തളർത്തുമോ എന്ന ഒരു ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഏറെക്കുറെ ഈ ഒരു പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിജയമൊക്കെ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. എന്നാലും BJPയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പാളയത്തിൽ പട, അതായത് ഉള്ളിലുള്ള തന്നെ പൊട്ടിത്തെറികൾ കഴിച്ച് സ്ഥാനാർത്ഥി പട്ടിക ഉടൻ വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല, ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൊലവിളി പ്രസംഗത്തിൽ BJP നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതൊരു തിരിച്ചടിയാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെയായിരുന്നു കേസ്. വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചായിരുന്നു നടപടി. BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യാപക പ്രതിഷേധം നടന്നിരുന്നു. പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നുമായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടന്റെ ഭീഷണി. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗോവറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമാക്കിയ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനിടെ നടത്തിയ സ്വാഗത പ്രസംഗത്തിനിടെയാണ് വീണ്ടും ഭീഷണി ഉയർത്തിയത്. നേരത്തെ DCC ഓഫീസ് മാർച്ചിലും രാഹുലിനെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. നൈപുണ്യ വികസന കേന്ദ്രത്തിനെതിരായ നീക്കമാണ് MLAയുടേതെന്നും ഭിന്നശേഷി വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണ് MLA എന്നും വ്യക്തമാക്കിയാണ് BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതൊക്കെ, അതായത് ഈ കൊലവിളിയൊക്കെ ഒരു തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.